Good morning. Good morning, ma'am. Ma'am. Okay, we can start. Please. Good morning, teacher. Morning. Prayer ഞാൻ പാടത്തെ ma'am. Okay. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Thought of the day ഞാൻ ചെയ്യാം. Okay. Good morning, ma'am. Good morning, everyone. Wish you have a nice day. Today, I am sharing with a little quote of Dr. APJ Abdul Kalam, sir. You cannot change your future, but you can change your habits. And surely your habits will change your future. Thank you, ma'am. Thank you all. So attitude towards others, like നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ജഡ്ജ്മെന്റൽ ആണ്. വേറൊരാളെ നമ്മൾ ജഡ്ജ് ചെയ്യേയില്ല. സെൽഫ് ജഡ്ജ്മെന്റൽ ആണ്. നമ്മളെ ജഡ്ജ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ആക്കുന്നതാണ്. സെൽഫ് കറക്ഷൻ, അതാണ് സെൽഫ് ജഡ്ജ്മെന്റിൽ വരുന്നത്. ബട്ട് വേറൊരാൾ ജഡ്ജ് ചെയ്യുന്നത് അതിപ്പോ മോണ്ടിസോറി മെത്തേഡ് എന്നല്ല, ഇറ്റ്സ് നോട്ട് ഫെയർ അല്ലെ. സോ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്, ദാറ്റ് വിൽ ടെൽ ഹൂ ഐ ആം. അതാണ്. ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാവില്ല, ബട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ എവ്രിബഡി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൂ ഈസ് ദിസ്. സോ നമ്മള് മോഡ്യൂൾ 1-ലെ പാർട്ട് 3-ലെ യൂണിറ്റ് 3 ആയിരുന്നു അല്ലെ, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഓൾമോസ്റ്റ് അത് ഫിനിഷ് ചെയ്യാറായി അല്ലെ. എവിടം വരെ ആ ഒരു ടേബിൾ ആണോ എന്ന് എനിക്കൊരു ഓർമ്മ. 5 stages. Yes. ഇത് സ്റ്റാർട്ട് ചെയ്യണം അതോ ആ 5 സ്റ്റേജിന് പറയാനുണ്ടോ? ഈ ടേബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ? എന്തായിരുന്നു? പല ബാച്ചിലും ഉണ്ട്. ഞാനിവിടെ എഴുതി വെച്ചേക്കുന്ന ടേബിൾ കംപ്ലീറ്റഡ് എന്നാ. അതാണോ ടേബിൾ കംപ്ലീറ്റഡ് എന്ന് പറയാൻ എഴുതി വെച്ചത്? നിങ്ങൾക്ക് ഇത് പറഞ്ഞിരുന്നോ? സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് അത് ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസ് കയ്യിൽ കിട്ടുമ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാമാണ് ലേണിംഗ്, അവരെന്താണ് പഠിക്കുന്നത് എന്നുള്ളതായിരുന്നു അത്. ഇപ്പൊ നമ്മള് പറഞ്ഞു, നമ്മൾ കിച്ചണിൽ കൊണ്ടുപോയി കുട്ടികളെ പലതും അവരുടെ ഏജിനനുസരിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്ക് അവർ എൻജോയ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾസോ എ ലേണിംഗ് പ്രോസസ്. അല്ലെങ്കിൽ അവർക്കൊരു ഡിസിപ്ലിൻ, അവർക്ക് ആ ഒരു ഓർഡർ, അതെല്ലാം ലേണിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. അപ്പൊ കുറെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടോയ്സ് അല്ലാതെ ചുമ്മാ കുറെ ജങ്ക്, ലൈക്ക് കുറച്ച് പേപ്പർ ഉണ്ടാകാം, സിസർ ഉണ്ടാകാം, കളർ പേപ്പർ കാണാം, പ്ലെയിൻ പേപ്പർ കാണാം, ന്യൂസ് പേപ്പർ കാണാം, അങ്ങനെ പല പല ജങ്ക് ആയിട്ടുള്ള സാധനങ്ങൾ കിടക്കും. എന്തില്ലെങ്കിലും കണ്ടെയ്നറിന്റെ അടപ്പുണ്ടാകാം, അല്ലെങ്കിൽ കണ്ടെയ്നർ ഉണ്ടാകാം, അങ്ങനെ പല സാധനങ്ങളുള്ള ഒരു ബോക്സസ് ഉണ്ടാകും. കുട്ടികൾക്ക് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചിലർ വീടുണ്ടാക്കും, ചിലരുണ്ടാക്കും അവർ പുറത്തു പോകുമ്പോൾ കാണുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. അങ്ങനെ വണ്ടി പോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കും.
അങ്ങനെ അങ്ങനെ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവർ പല സാധനങ്ങളും ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഏരിയ. നെക്സ്റ്റ് വൺ ടെക്നോളജി ഏരിയ. അതിൽ വുഡ് ഉണ്ടാകാം, ഇലാസ്റ്റിക് ബാൻഡ്സ് ഉണ്ടായിരിക്കും. പണ്ട് നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ എല്ലാരും ചെയ്തിരുന്ന ഒരു സാധനമായിരുന്നു. ആ സമയത്ത് ഉജാല ഇറങ്ങിയ ഒരു ടൈമായിരുന്നു. അപ്പൊ ഉജാലയുടെ ആ ഒരു ബോട്ടിൽ, ഒരു പ്രത്യേക ഷേപ്പാണല്ലോ ആ ബോട്ടില്. ആ ബോട്ടിലും പഴയ സ്ലിപ്പേഴ്സിന്റെ ആ ഒരു റബ്ബറൊക്കെ വെച്ചിട്ട് ഒരു വണ്ടി പോലെ ഉണ്ടാക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ ചാൻസ് 90s കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നവർക്കൊക്കെ നല്ല പരിചയമായിരിക്കും. ഒരു മൂവി ഇറങ്ങിയിരുന്നു പല്ലുട്ടി എന്ന് പറഞ്ഞിട്ട്. 90s സ്കൂളിൽ പോയിരുന്ന കുട്ടികളെ അതിനകത്ത് ആ ഒരു വണ്ടി കാണിക്കുന്നുണ്ട്. രണ്ട് ഫ്രണ്ട്സ് എന്നാ ഏജ് കൊണ്ട് ഒരാൾ മൂത്തതാണ്, ഒരാൾ ഇളയത്. അപ്പൊ ചേട്ടൻ എന്നുള്ള രീതിയിൽ ഇളയ കൊച്ച് ആ നൈബർ അതിനെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുകയോ സ്നേഹിക്കുകയും ചെയ്യേണ്ടത്. എന്നിട്ട് ആ ചേട്ടനായിട്ടുള്ള ആള് നല്ല പോലെ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. അച്ഛനൊന്നുമില്ല, മുത്തശ്ശിയും അമ്മയും കൂടെയൊക്കെ അങ്ങനെയൊക്കെയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. ശരിക്കും ഫുഡ് പോലും വരെയൊക്കെ അതിനെ കിട്ടാത്ത ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഈ അനിയൻ എന്നുള്ള മീൻസ് അനിയനല്ല, നൈബറായിട്ട് ഇവന്റെ ജൂനിയർ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ളതാണ്. എന്നിട്ട് അതിന്റെ ബർത്ത്ഡേക്ക് സ്വന്തം ചെരിപ്പ് അല്ലെ ആ ഒരു റൗണ്ട് വേണമല്ലോ ഈ വീലിന് വേണ്ടിയിട്ട്, ഇട്ടിരുന്ന സ്ലിപ്പറിന്ന് കട്ട് ചെയ്ത്, അതാണ് വേറെ ചെരുപ്പൊന്നും ആൾക്കില്ല, അതും തേഞ്ഞൊരു സ്ലിപ്പർ. ആ സ്ലിപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഈ ഉജാലയുടെ ഇതിനകത്ത് ഇതുപോലെ ഇതാക്കി അവന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായിട്ട് ഇതാവും. എന്നിട്ട് ഈ അവൻ ഈ ചേട്ടൻ ഫ്രണ്ടിന്റെ ഫിനാൻഷ്യൽ ഇതൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ വളരെ കേപ്പബിൾ ഉള്ള ഒരാളാണ്. ടെക്നിക്കലി മെക്കാനിക്കലി പല കാര്യങ്ങളും ചെയ്യും. അവനൊരു വർക്ക്ഷോപ്പ് തുടങ്ങുവാണ്. മറ്റേ പയ്യൻ പഠിച്ച് നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലാണല്ലോ. പഠിച്ച് എവിടെയോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അങ്ങനെ എന്തൊക്കെയോ ആയി, IT ഫീൽഡൊക്കെ ആയി നല്ല പോലെ റിച്ച് ആവുന്നു. എന്നിട്ട് ഒരു ബുള്ളറ്റ് ഗിഫ്റ്റ് ചെയ്യുവാണ്, ഈ മറ്റേ പയ്യന് ഗിഫ്റ്റ് ചെയ്യുവാണ് ബുള്ളറ്റ്. നല്ല രസമുള്ള ഒരു മൂവി ആട്ടോ, പല്ലുട്ടി എന്ന് പറഞ്ഞിട്ട്. പല്ലുട്ടി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് കിട്ടുന്ന ഒരു മിഠായി ആയിരുന്നു. പിന്നെ കഴിക്കുമ്പോൾ പല്ലിൽ ഒട്ടി പിടിക്കുന്ന പോലത്തെ രീതിയിലുള്ള പല്ലുട്ടി, ബബിൾ കത്തിന്റെ ഒരു കുറഞ്ഞൊരു വേർഷൻ പോലത്തെ എന്തോ ഒരു സാധനം. ആ ഒരു മൂവി, ഞാനൊക്കെ 90s സ്കൂളിൽ പോയിരുന്ന ആൾക്കാരാണ്. സോ 94 SLC. സോ ആ 90 ആ ഒരു കാലഘട്ടത്തില് നമ്മളുടെ ആ ഒരു സ്കൂൾ മിഡൊക്കെ ആയ സമയത്താണ് ഈ ഉജാല ഇറങ്ങണതും എല്ലാരും ഈ ഒരു വണ്ടി ഉണ്ടാക്കണതും ഒക്കെ. അങ്ങനത്തെ ഒരു പറ്റിയാൽ കുട്ടികളെ കാണിക്കും നമ്മുടെ, അതാണ് അവർക്ക് നല്ലൊരു മെസ്സേജ് കിട്ടും. ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. ഓക്കെ, സോ അപ്പൊ നമ്മളത് ടെക്നോളജി ഏരിയയിൽ വന്നപ്പോ വുഡ്, ഇലാസ്റ്റിക് ബാൻഡ്സ്, അങ്ങനെ കുട്ടികൾക്ക് പല മോഡൽസും പേപ്പറിന്റെ അങ്ങനെ പലതും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ബാച്ചിൽ ഒറിഗാമി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളായിരുന്നോ സ്നോഫ്ലേക്സ് ചെയ്തത്? നിങ്ങളുടെ ബാച്ചായിരുന്നോ? ഒരു ദിവസം ക്ലാസ്സിൽ ഒരാള് സ്നോഫ്ലേക്സ് പഠിപ്പിച്ച ആരായിരുന്നു? ഈ ബാച്ചിലല്ല അല്ലെ? ഒറിഗാമി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? പേപ്പർ ക്രാഫ്റ്റ് ഒറിഗാമി ഉണ്ടോ? ആരുമില്ല. വേറെ ഒന്നുമല്ല, നമുക്ക് അങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒറിഗാമി. ഇങ്ങനെ ബേർഡ് ഉണ്ടാക്കുക, ബോട്ട് ഉണ്ടാക്കുക, ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. പിന്നെ ഇങ്ങനെ ഒരു സാധനമില്ലേ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കും, എന്താ അതിന് പറയുന്ന പേരൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ എന്തോ അതന്നെ. നമ്മൾ തന്നെയായിരുന്നോ ക്ലാസ്സിൽ അത് കാണിച്ചത്? അല്ല, നമ്മളത് കാണിച്ചിട്ടില്ല. അത് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി. ഓലപ്പന്തല്ല, ഇട്ടിട്ട് കാണിക്കുന്നല്ലേ ഓരോ ഇതൊക്കെ എഴുതി വെച്ച്. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഓപ്പൺ ആയി വരും. എന്നിട്ട് ഏത് കളറാന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറയുമ്പോഴേക്കും ആ കളറിന്റെ ബാക്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനമായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ നമ്മൾ കളിച്ചിട്ടുണ്ട്. പേപ്പർ വെച്ചിട്ട് മടക്കി പിടിച്ചിട്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആ കിറ്റ് എന്റെ അടുത്ത് കൊണ്ട് വെക്കാം കേട്ടോ. ഇപ്പൊ അത് എന്റെ അടുത്തില്ല, കുറച്ച് മാറിയിട്ടാ. അതിൽ ഞാൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു സാധനം ഇങ്ങനെ ഇരിക്കും. ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഒരു ബേർഡിന്റെ ബീക്ക് പോലൊരു റെഡ് പേപ്പറും കൂടെ അതിനകത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തുറക്കുമ്പോ ഒരു കിളി ഇങ്ങനെ വാ തുറക്കുന്ന പോലെ ഇരിക്കും. ഞാൻ അത് കാണിച്ചു തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ. ഇനി നമ്മൾ എന്താ കാണുന്നേ? നമുക്കൊരു ക്ലാസ്സും കൂടി ഇല്ല എന്റെ. ഫ്രൈഡേ ആണ് എനിക്കൊരു ഓർമ്മ.
എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചെയ്യിക്കാം, ഞാൻ എടുത്തു വെക്കാം എന്തായാലും. അപ്പൊ അങ്ങനെ കുറച്ച് നമുക്ക് പേപ്പർ കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വലിയ കോസ്റ്റ്ലി ഒന്നും ആവാത്ത പേപ്പർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആക്ടിവിറ്റീസ് ചെയ്യണം. നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കണം. സ്കൂളിൽ പോകുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ ഒക്കെ നിങ്ങൾക്ക് അത് ചെയ്യിക്കാവുന്ന, പോകാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, സോ നെക്സ്റ്റ് സയൻസ് ഏരിയ. സയൻസ് ഏരിയയിൽ സാൻഡ് പിറ്റ് ഉണ്ടാവും ഗാർഡനിൽ, ഒരു കുഴി പോലെ മണ്ണിന്റെ, അത് എന്താ പറയാ ചെളി കുഴയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ വാട്ടർ പ്ലേ. സാധാരണഗതിയിൽ സ്കൂളുകളിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പൂള് പോലെ ഉണ്ട്. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ വാങ്ങാൻ കിട്ടില്ലേ, ഭയങ്കര വലിപ്പമുള്ളത്, എയർ ഫില്ല് ചെയ്തിട്ട് അതിങ്ങനെ കിടക്കും. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആണ്. അല്ലാതെയുള്ള പൂളൊക്കെ ആകുമ്പോൾ ചിലപ്പോ കുട്ടികളല്ലേ, അപ്പം അത് അൺസേഫ് ആകും, സെക്യൂർ ആയിരിക്കില്ല. സോ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിൽ അവർ അതുപോലുള്ള പൂളായിരുന്നു വാങ്ങിച്ചു വെച്ചാൽ അതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യും, കുഞ്ഞുങ്ങൾ അതിൽ കളിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ മാത്സ് ഏരിയയിൽ ബോർഡ് ഗെയിംസ് ഉണ്ടാകും. എല്ലാ പാറ്റേൺസിന്റെ ഷേപ്സ് ഉണ്ടാകും. സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, അങ്ങനെയുള്ള ഷേപ്സ് കാണും. ബോർഡ് ഗെയിംസ് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതിനൊക്കെ ബോർഡാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൗണ്ട് ചെയ്യാനും ബോർഡ് ഉണ്ടാവും. പിന്നെ അങ്ങനെ മാത്തമാറ്റിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ബോർഡ്സ് ഉണ്ടാകും. പിന്നെ ലാംഗ്വേജ് ഏരിയ, കുട്ടികളോട് നമുക്ക് കഥ പറയാം, അവരോടത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ അത് പഴയതല്ലേ, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേപ്പ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഇവർക്ക് ടിവിയിലേക്ക് കണക്ട് ചെയ്തിട്ട് യൂട്യൂബോ അല്ലാതെ എന്തെങ്കിലും കിഡ്സ് യൂട്യൂബ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണക്ട് ചെയ്ത് പലതും കേൾപ്പിക്കാം. അങ്ങനത്തെ റെക്കോർഡ് പ്ലെയർ ഒക്കെ കേൾപ്പിക്കാം. അങ്ങനെയൊക്കെ കുറെ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ആ ഒരു പ്രൊനൗൺസിയേഷൻ, ഈ ടോം ആൻഡ് ജെറിയുടെ ഒക്കെ ആ ഒരു ഇംഗ്ലീഷ്, അതൊക്കെ കേൾക്കുമ്പോൾ ചില കുട്ടികളൊക്കെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ പലരും ഈ സാധനം ഉണ്ടല്ലോ ഛോട്ടാ ഭീം അതിൽ ഇംഗ്ലീഷ് നല്ലതാ, കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, അവർക്ക് സംസാരിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. കാരണം എന്റെ മോൻ കുഞ്ഞായിരുന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് ഛോട്ടാ ഭീം കാണുമായിരുന്നു. ആ സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകും ആ ഒരു ആക്സെന്റ്. അതിന്റെ ഹിന്ദിയും നല്ലപോലെ മനസ്സിലാവുന്ന തന്നെയായിരുന്നു. പിന്നെ ടോം ആൻഡ് ജെറിയുടെ പോലെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ അന്ന് സംസാരിക്കായിരുന്നു, ഇപ്പോഴൊന്നുമില്ല. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ചിലതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയയിൽ അതുപോലെ നമുക്ക് പെയിന്റിങ് ചെയ്യാം, വെജിറ്റബിൾ പെയിന്റിങ് ചെയ്യിക്കാം, ഡാബിങ് ചെയ്യിക്കാം, ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് പെയിന്റിങ് ചെയ്യിക്കാം, അതുപോലെ ഇയർബഡ് യൂസ് ചെയ്തിട്ട് പെയിന്റിങ് ചെയ്യിക്കാം. പേപ്പർ പ്രിന്റിങ് അത് ചെയ്യിപ്പിക്കാം കുട്ടികളെ കൊണ്ട്. പിന്നെ കൊളാഷ് ചെയ്യിക്കാം, പല പല ഷേപ്സിൽ കട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് ഒട്ടിച്ച് കൊളാഷ് പോലെ ചെയ്യിക്കാം. അങ്ങനെ പല വേസ്റ്റുകളൊക്കെ കൊണ്ട് പല രീതിയിലുള്ള ആർട്ട്, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഇപ്പൊ പേപ്പർ കൊണ്ട് ബാഗോ അങ്ങനെ പലതും, തൊപ്പി, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഓല കൊണ്ട് ചെയ്യിക്കാവുന്ന കുറെ കാര്യങ്ങൾ, അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. അതുകൊണ്ടെല്ലാം പല ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. മ്യൂസിക് ഏരിയയില് ഈ സൈലോഫോൺ ആണ് ശരിക്കും നല്ലത്. സൈലോഫോണും പിന്നെ ഇങ്ങനെ വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ള പല പല സൗണ്ട്സ് വരില്ലേ, വാട്ടർ ഇങ്ങനെ വെച്ചിട്ടുള്ളത്, അതും ഉണ്ടായിരിക്കും. പിന്നെ ചിലയിടത്തൊക്കെ ട്രംപറ്റും, ഡ്രമ്മും, ജാസ്, അങ്ങനെ പല പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. ഓരോന്നിൽ നിന്നും ഡിഫറെന്റ് മ്യൂസിക് ആയിരിക്കും വരുന്നത്. അതൊക്കെ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അത് ചെയ്യിക്കാം. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, പല രീതിയിലുള്ള ഈ മങ്കി ബാറൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഇങ്ങനെ മുകളിലൊക്കെ കയറുന്നതും, അങ്ങനെ കുറെ പാർക്കിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഫിസിക്കൽ ആക്ടിവിറ്റീസിന് പറ്റുന്ന രീതിയിലുള്ളത്. അങ്ങനെ പല ഗെയിംസ് ചെയ്യിക്കാം ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. ഡാൻസ് ചെയ്യിച്ച് അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സൂംബയോ അതുപോലുള്ള ചെയ്യിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി ചെയ്യാം. പിന്നെ ഇമാജിനേറ്റീവ് പ്ലേ, അത് റോൾ പ്ലേ ആണ്. പക്ഷെ മറിയ മോണ്ടിസോറി പറയുന്നത് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള റോൾ പ്ലേ ചെയ്യിക്കണം, ഫാന്റസിയിലേക്ക് ഒട്ടും പോകരുത് എന്നുള്ള രീതിയിലാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ലൈക്ക് മമ്മി ആൻഡ് പപ്പ, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ്, ടീച്ചർ ആൻഡ് ചിൽഡ്രൻ, ആ രീതിയിലുള്ള റോൾ പ്ലേ ഒക്കെ ചെയ്യിക്കാം. ഇത് ഫാന്റസി അല്ല, പക്ഷെ കുട്ടികൾക്ക് റിലേഷൻഷിപ്പും സിറ്റുവേഷൻസും എല്ലാം മനസ്സിലാകാനായിട്ട് പറ്റും. കാരണം ഹോസ്പിറ്റലുകളിലൊക്കെ മൺസിനെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും കുട്ടികൾ പലപ്പോഴും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പ്രാക്ടിക്കലി കുറെ കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. അതിന് പ്രത്യേക രീതിയിലുള്ള എക്സ്പെൻസോ ഒന്നും വേണ്ട.
ഈ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ വീട്ടില് നമ്മളുടെ കുട്ടികളെ വീട്ടിൽ നമുക്ക് ചെയ്യിക്കാം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ടീച്ചിങ് പ്രാക്ടീസിനാണെങ്കിൽ അല്ലെങ്കിൽ ജോബ് കിട്ടി പോകുമ്പോഴും ഇതുപോലുള്ള പലതും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യിക്കാം. പല കാര്യങ്ങളും സിസറും പേപ്പറും കൊടുത്തിട്ട് അത് കട്ട് ചെയ്യാൻ, ചെറിയ സിസറൊക്കെ വാങ്ങുമ്പോൾ അധികം മൂർച്ചയൊന്നും ഇല്ലാത്ത പേപ്പർ കട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ളത്. അപ്പൊ അതിങ്ങനെ അവരുടെ കൊച്ചു വിരലിൽ അത് പിടിക്കാനായിട്ട് അവർ ശരിക്കും പഠിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അത് ചെയ്യിക്കാം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ പേപ്പർ കട്ട് ചെയ്യണം എന്ന് അവർ മനസ്സിലാക്കും. കട്ട് ചെയ്തിട്ട് കൊളാഷ് ചെയ്യിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. Then development of emotional and spiritual life. Almost എല്ലാവരുടെയും ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു. ആരെങ്കിലും ഇനി ചെയ്യാനുണ്ടോ? എന്റെ കഴിഞ്ഞു മാം. കഴിഞ്ഞു മാം. എന്റെ കഴിഞ്ഞില്ല, നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ പ്രിപ്പറേഷനിലാണ്. അതെയോ? വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞു. എന്തോ ചെറിയൊരു വർക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തു വെച്ചതാണ്. എനിക്ക് 50 to 60 വരെയാണ് പഠിപ്പിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. കാണുന്നുണ്ടോ മിസ്സിന്? കാണാം. ഇങ്ങനെ 57 ലെറ്റർ നമ്പേഴ്സിൽ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനിങ്ങനെ റോൾ ചെയ്യുക. ഇങ്ങനെ 58 നമ്പേഴ്സിൽ അങ്ങനെ ഓരോന്ന് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് നമ്മൾ എടുക്കാവുന്നത്. സോഷ്യലൈസ് ചെയ്യുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റി. അതായത് ഇപ്പൊ ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഇമോഷൻസ് വരാം അല്ലെ. ദേഷ്യം, സങ്കടം, സന്തോഷം, അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസ്. ടെൻഷൻസ് അതും വരാം, അതൊരു ഇമോഷൻ തന്നെയാണ്. സ്ട്രെസ്, അതെല്ലാം ഒരു ഇമോഷന്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. പേടി, അതൊക്കെ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്ക് പറയുമ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ആ ഷൗട്ട് ചെയ്യുന്ന കേൾക്കുമ്പോൾ ഇതുങ്ങൾ ഞെട്ടി നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കരയും, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അവർക്ക് ആ ഒരു വേദന, മനസ്സിന് പെയിൻ വരുന്നത്, ആ ഒരു ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് വരുവാണ്. പിന്നെ സ്പിരിച്വൽ ലൈഫ് ഫോളോ ചെയ്യുന്ന പല ട്രഡീഷൻസും ബിലീഫും അതിനനുസരിച്ച് അവർക്കൊരു സ്പിരിച്വൽ ലൈഫിലേക്ക് പോവുകയാണ്. ദാറ്റ് വിൽ മേക്ക് ദം മോർ വാല്യൂബിൾ. അപ്പൊ പല വാല്യൂസും അവർ മനസ്സിലാക്കുന്നു. വേറൊരാളോട് എങ്ങനെ പെരുമാറണം, അതെല്ലാം അവരുടെ ത്രൂ ദി സ്പിരിച്വൽ ലൈഫിലാണ്. അപ്പൊ ഇമോഷൻസ്, എംപതി ഫീലിങ്സ് പലപ്പോഴും ആളുകളിൽ വരാൻ ചിലപ്പോൾ താമസം ഉണ്ടാവും. അത് ചില ആളുകളിൽ ഒത്തിരി പ്രായമായാലും അവർക്ക് എംപതി വരണമെന്നില്ല. എപ്പോഴും സെൽഫ് ഞാനിങ്ങനെയാണ്, ബട്ട് വേറൊരാളില് ഇത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ജോസഫ് എന്നെ കുട്ടി, ജോസഫ് അയാളെ അറിയാലോ, ആളുടെ ഒരു ടോക്ക് ഞാൻ ഇങ്ങനെ കേട്ടതാണ്. ചോദിക്കുക ഇന്റർവ്യൂ പോലെ, ദേഷ്യം വരാറുണ്ടോന്ന്. അപ്പൊ ജോസഫ് എന്നെ കുട്ടി ജോസഫ് പറയാണ്, ഡെഫിനറ്റ്ലി ആർക്കാ ദേഷ്യം വരാത്തത്, എനിക്ക് ദേഷ്യം വരാറുണ്ട്. പക്ഷേ ദേഷ്യം വരുമ്പോ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ നമ്മളുടെ ആങ്കറിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, അതിലാണ് കാര്യം. അല്ലാതെ ദേഷ്യം വരില്ല എന്നുള്ളതിലല്ല, വരുന്ന ദേഷ്യത്തെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, അതെനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാം, വേറൊരാളുടെ നേരെ ഷൗട്ട് ചെയ്യാം. പക്ഷെ അത് മാനേജ് ചെയ്യുന്ന രീതിയാണ് ശരിയായ രീതി. അപ്പൊ ഇയാള് പറയാണ്, അപ്പൊ ഒരാൾക്ക് ദേഷ്യം വന്നു. ഇപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ രണ്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും സമാധാനമാവുന്നു. ബട്ട് ആ ആള് രണ്ട് പറയുന്നു, ഇത് കേൾക്കുന്ന ആളുടെ ആ ഒരു ഫീലിങ്സ് പോവാൻ എത്ര സമയം എടുക്കുമായിരിക്കും? കേട്ടവർക്ക് അത് കേട്ടുപോയില്ലേ, പറഞ്ഞയാൾക്ക് തീർന്നിട്ടുണ്ടാവും അയാളുടെ ദേഷ്യം. പക്ഷെ കേട്ടയാൾക്കോ അതന്നെയാണ്. അങ്ങനെ ജോസഫ് അത് കംപ്ലീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഗുരു നിത്യ ചൈതന്യതി പറഞ്ഞിട്ടുണ്ട് അത്രയാ, ഞാനൊരു വിഷമുള്ള പാമ്പാണ്, പക്ഷെ കൊത്തില്ല. അതിന്റെ ഒരു കറക്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞതാ, ഞാനൊരു വിഷമുള്ള പാമ്പാണ് ബട്ട് കൊത്തില്ല. അതായത് എല്ലാവർക്കും ദേഷ്യം വരും, പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതിയിലും
അത് എക്സ്പ്രസ് ചെയ്യുന്നതിലും അത് മാനേജ് ചെയ്യുന്നതിലും എനിക്ക് ആ ഒരു വ്യക്തിയോട് ദേഷ്യം വന്നു. സോ അത് ഈസിലി ഞാൻ മാനേജ് ചെയ്തു. നമ്മളിപ്പോ PG ക്ലാസ് തന്നെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒത്തിരി കുട്ടികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻസും ഡൗട്ട്സുമാണ്. സോ സംടൈംസ് അവർക്ക് പിന്നെ ഒരു മുൻവിധിയോടുകൂടി ഇരിക്കുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കത് ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ കുറച്ച് പേർക്ക് ഭയങ്കരമായിട്ട് ചിലരുടെ രീതികൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഇറിറ്റേഷൻ വരും, ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും വരും. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ കുറെ പേരുണ്ടാവും. ചിലര് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുമായിരിക്കും. അതിനി നമ്മളുടെ ആ ഒരു പ്ലാറ്റ്ഫോം, PGയുടെ പ്ലാറ്റ്ഫോം ഒന്ന് ശരിയാകാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്ക് ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാജിക്. അത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മാനേജ് ചെയ്യാൻ പറ്റും. യു പീപ്പിൾ ഓൾറെഡി അതിനകത്തായി കഴിഞ്ഞു. അത് ആവാത്ത കുറച്ച് പേരുണ്ട്. അവരെ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇനി ജോലി. നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. സെയിം തന്നെയാണ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളും ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്ററുടെ ജോലി. അതിന് മേ ബി ടൈം എടുക്കുമായിരിക്കും, ചിലപ്പോൾ മാസങ്ങൾ എടുക്കുമായിരിക്കും. നമുക്ക് മാസങ്ങൾക്ക് PGക്ക് സമയമില്ല. ബട്ട് ഐ എം ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ദാറ്റ് വിത്തിൻ 1 or 2 weeks മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഈവൻ ദോ ചില കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോഴേക്കും ഐ ഓൾസോ ഫീൽ ലൈക്ക് ഓ, ഇങ്ങനെ ഒരു ഫീല് എനിക്ക് തോന്നും, അയ്യോ ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു ഫീല് തോന്നും. ബട്ട് ഇറ്റ് ഹാപ്പൻസ്. അത് സംഭവിക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നത്. സോ അത് തന്നെയാണ്. ഇപ്പൊ നിങ്ങളും ഒരിടത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ എല്ലാ സ്റ്റാഫും ഒരുപോലെ ആവണമെന്നില്ല. നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മളോട് കുഞ്ഞു കുട്ടികളായിരിക്കും, അവര് ദേഷ്യം കാണിക്കും, അല്ലെങ്കിൽ അവര് നമ്മളെ തള്ളി മാറ്റും ഒക്കെ ചെയ്യുമായിരിക്കും. ബട്ട് അവരെ അത് ഡീവിയേഷന്റെ ഒരു ഭാഗം. അവരെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാം. കുഞ്ഞുങ്ങളെ എളുപ്പമായിരിക്കും, പ്രായമായവരെ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. സോ എനിവേ ഐ എം സ്റ്റിൽ എൻജോയിങ് ദ കമ്പനി വിത്ത് ഓൾ യു പീപ്പിൾ. എനിക്ക് നോ പ്രോബ്ലം. ഇങ്ങനെ അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് എനിക്കിഷ്ടം. ഒരേപോലെ റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാളും പല ഒരു പൾസസിൽ വരുന്നവര്, അത് ശരി തന്നെയാണ്. ബട്ട് ഒരു മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അത് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലെ. ആ ഒരു മ്യൂച്വൽ സെൽഫ് ഹെൽപ്പും വേണം, മ്യൂച്വൽ ഹെൽപ്പും വേണം. നമ്മളെ തന്നെ നമ്മൾ സഹായിക്കും വേണം, മറ്റുള്ളവരെ സഹായിക്കും വേണം. ഡോണ്ട് മേക്ക് അതേഴ്സ് ലൈക്ക് നമുക്കൊരു ഫീല് തോന്നുന്നു, എന്താ എന്നോട് ഇങ്ങനെ, ആ ഒരു ഫീല് തോന്നരുത്. മോണ്ടിസോറി മെത്തേഡിലേക്ക് അവരൊന്ന് വരട്ടെ. അവരിപ്പൊ ജോയിൻ ചെയ്ത ഒരു ബാച്ച് ആയിരിക്കാം. എനിവേ ഐ തിങ്ക് യു പീപ്പിൾ ക്യാൻ ഹെൽപ്പ് മീ ഫോർ ദാറ്റ്. നിങ്ങൾ എനിക്ക് ആ ഒരു ഓൾറെഡി ഇതിലേക്ക് ആയിട്ടുള്ള ഒരു ബാച്ച് ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു MT7 വരെയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു മോണ്ടിസോറി മെത്തേഡ് ഉള്ളില് നല്ല പോലെ ഇങ്ങനെ പാകപ്പെട്ടിരിക്കുവാണ് ആ ഒരു ബാച്ചൊക്കെ. സോ അത്രയും ബാച്ച് ഉണ്ടല്ലോ. ഒരു 100 പേരിൽ 90 പേരും ഒക്കെയാണ്. ബാക്കി 10 പേരെ ഹാൻഡിൽ ചെയ്യാൻ നമ്മള് ബാക്കിയുള്ളവർ വിചാരിച്ചാൽ മതിയല്ലോ. നിങ്ങൾ 90-ഉം ഞാൻ ഒരാളും കൂടെ വിചാരിച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് അവരും ഹാപ്പി ആകും. അറിയാലോ, നമുക്ക് ഈ ഒരു കോഴ്സിന് വരുമ്പോ ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആയിട്ടുള്ളവരായിരിക്കും ചിലപ്പോൾ ജോയിൻ ചെയ്യുന്നത്. കാരണം കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്, അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നമുക്കും എന്തെങ്കിലും ആകണം എന്നൊരു ചിന്തയിൽ ഒരു കോഴ്സിനൊക്കെ ജോയിൻ ആവുന്നത്. സോ ആ ഒരു ഡെസ്പറേറ്റും ആ ഒരു ഡെസ്പെയറും അതുപോലെ തന്നെ ആ ഫ്രസ്ട്രേഷനും അവരുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അത് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലാണ് നമുക്കിത് നിറയ്ക്കേണ്ടത്. സോ എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാച്ചിൽ നിന്നൊക്കെ എനിക്ക് ആ ഒരു ക്ലാസ്സിൽ വലിയ കുഴപ്പമില്ലാത്തൊരു വൈബ് കിട്ടുന്നുണ്ട്. ചിലരിങ്ങനെ പേഴ്സണലി ക്ലാസ്സിലൊക്കെ വരുമ്പോൾ പറയാറുണ്ട് കേട്ടോ, അല്ലാത്ത ബാച്ചിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള MT1, MT3, MT4 ഒക്കെ എന്താ പറയാ ഭയങ്കര ഒരു വിഷമം പറഞ്ഞു. അതായത് നമ്മളിങ്ങനെ നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ മാറ്റി വേറൊരു പുതിയ സ്കൂളിലേക്ക് കൊണ്ട് ആക്കുമ്പോഴേക്കും കുട്ടികൾക്കൊരു സങ്കടം ഉണ്ടാവല്ലേ. അതാണ് പല ബാച്ചിനും ഞങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കാമോ എന്ന് ചോദിച്ചു. ബട്ട് നമ്മൾ ഏതിന്റെ കൂടെ മേർജ് ആവണമല്ലോ, ഏത് ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ ചേരണ്ടേ. നമ്മൾ മാത്രമായിട്ടൊരു ഗ്രൂപ്പ് അല്ലല്ലോ. എത്ര പേരുടെ കൂടെ നമ്മൾ കൊണ്ടിരുത്തിയാലും നമ്മൾ അവിടെ മേർജ് ആകുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ, നമ്മളുടെ കേപ്പബിലിറ്റി. സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു? ഇമോഷണൽ ഡെവലപ്മെന്റും സ്പിരിച്വൽ ലൈഫിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്.
ആരാ ഒന്ന് റീഡ് ചെയ്യുക. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മുടെ മോറൽ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ മോറൽ വാല്യൂസ് ഇതായി വരുന്നതാണ്, ഡെവലപ്പ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. നമ്മളോടുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, മറ്റുള്ളവരോടുള്ള റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മളുടെ ലൈഫിൽ, കുട്ടികളുടെ ലൈഫിൽ അഡൾട്ടിന്റെ റോള്, നമ്മൾക്ക് കുട്ടികളുടെ ലൈഫിലുള്ള റോള്, അതെല്ലാം വരും. അത് ആസ് എ പാരന്റ് നിങ്ങൾക്ക് ഡിഫറെന്റ് റോൾസ് ആയിരിക്കും. ആസ് എ പാരന്റ്, ആസ് എ ടീച്ചർ, സംടൈംസ് ചെറിയ സിബ്ലിങ്സ് ഉള്ള ആരെങ്കിലും ചിലപ്പോൾ ഇതിനകത്തുണ്ടാകും. അങ്ങനെയുള്ളവര്, ചെറിയ കസിൻസ് ഉള്ളവരുണ്ടായിരിക്കും. അങ്ങനെ അതെല്ലാം. അപ്പൊ റോൾസ് കുറെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് 2 ആരെങ്കിലും വായിക്കാമോ? ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ആണ്. ദെൻ ലേണിംഗ്, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. ഈ 3 കാര്യം വായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പ്ലീസ്. Development of emotional and spiritual life. Montessori believed that the child possessed within him at birth the sense that responds to his emotional and spiritual surroundings. She believed children need motivation from those around them. He develops his emotional and spiritual life through receiving stimuli, Yes. stimuli from people when he communicates with them. Learning and social interaction. It is during the interaction with his classmates in the Montessori environment that a child comes across experience, which helps him to develop emotional maturity. Through the activities in the specially prepared environment, children learn sociability, good manners, and how to be considerate and and share. Sense of mutual responsibility. It also needed part in this area. So children need to be allowed to help one another, which will help to develop the feelings of empathy in them. The virtual grouping. The system of putting children of ranging age groups in one class allow the connection between younger children to older ones and vice versa. Versa means വൈസ് വേഴ്സ. അതായത് ഇതിൽ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, രണ്ട് സൈഡിലേക്ക് എന്നുള്ള മീനിങ് ആണ് വൈസ് വേഴ്സ. Okay, ma'am. This gives the elder to help the youngsters and also to sense a role model to them. Okay, fine. നമുക്കിവിടെ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ആണ്. സോ എവ്രിബഡി ഈസ് കമ്മിങ് ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്. ഓരോ കുട്ടിയും ഓരോ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അവരുടെ ബിലീഫ്, അവരുടെ ട്രഡീഷണൽ ഫീലിങ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സോ ത്രൂ ദാറ്റ് അവർക്ക് പല രീതിയിലുള്ള കാര്യങ്ങളും വരും. അതിനി വരുന്നുണ്ട് വാല്യൂസ്, മോറൽ വാല്യൂസ്. എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ ഞാൻ കൺസിഡർ ചെയ്യണം. അവർക്കും പെയിൻ ഉണ്ട്, സോ ഐ ഷുഡ് റെസ്പെക്ട് ദം. അവരെ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും ഷെയർ ചെയ്യണം. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. മേ ബി ത്രൂ സം സ്റ്റോറീസ്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മളുടെ ബിലീഫിനനുസരിച്ചുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത് അവർക്ക് കൊടുക്കണം, അങ്ങനെ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു ഏജിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് ബൈ ബർത്ത് തന്നെ പല രീതിയിലുള്ള സെൻസ്, ആ ഒരു ഇമോഷൻസിന്, സ്പിരിച്വൽ സറൗണ്ടിങ്സിനും അനുസരിച്ച് പല രീതിയിലും കുട്ടികൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. നമുക്ക് തന്നെ കാണാം, സ്പിരിച്വൽ ഇതിലേക്ക് കുഞ്ഞ് പോകാനായിട്ട് ആ ഒരു എടുക്കുന്ന ചില സമയത്ത് അതിനോടുള്ള താല്പര്യങ്ങളൊക്കെ കാണിക്കുന്നത് കാണാം. ലൈക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മള് ആരാധനാലയങ്ങളിലൊക്കെ കൊണ്ടുപോലെ നമ്മളുടെ ബിലീഫിനനുസരിച്ച് ആദ്യമൊക്കെ അവർക്കൊരു കളി പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നീട് അവര് ഇങ്ങനെ വളരും തോറും അവരെല്ലാ ഒരു മാറ്റങ്ങള്, ചിലര് പിന്നെ അത് മനസ്സിലായിരിക്കും, വീട്ടിലിരുന്നായിരിക്കും ചെയ്യുക, ചിലർക്ക് ഇങ്ങനെ പോവാൻ ഇഷ്ടപ്പെടും. അതൊക്കെ ഡിപ്പെൻസ്. പക്ഷെ എന്നാലും നമ്മൾ ചെറുപ്പത്തിൽ ചില വാല്യൂസ് അത് എന്താ പറയാ കറക്റ്റ് മെസ്സേജ് ആയിട്ട് തന്നെ അവരിലേക്ക് കൊടുക്കണം. റോങ് വേയിലേക്ക് കൊണ്ടുപോകാതെ കറക്റ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളുടെ ബിലീഫ് അനുസരിച്ച് നടക്കാറുണ്ട്. കുട്ടികൾക്ക് പലപ്പോഴും മോട്ടിവേഷൻ വേണമെന്നാണ് പറയുന്നത് ഫ്രം ദോസ് അറൗണ്ട് ദം. അതല്ലേ പലപ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മൾ കൈയടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യും. അവര് ഓരോ കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ഇവർക്ക് ഇമോഷണൽ അതുപോലെ തന്നെ സ്പിരിച്വൽ ലൈഫ്, ഈ ഒരു സ്റ്റിമുലി, അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ
നമ്മൾ ഇങ്ങനെ കത്തിച്ചു വിടുക എന്ന് പറയില്ല, ഇഗ്നേറ്റ്. നമ്മൾ കൊടുക്കുന്ന ഓരോ മോട്ടിവേഷനും അല്ലെങ്കിൽ നമ്മളൊന്ന് അവരെങ്ങനെ ഒന്ന് മുമ്പോട്ടാക്കി കൊടുക്കുന്നതായിരിക്കും അവർക്ക് അവരുടെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, എമോഷണൽ സ്പിരിച്വൽ ലൈഫും ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇപ്പൊ ചില അമ്മമാരിങ്ങനെ കുട്ടിയെ കളിപ്പിക്കാനായിട്ട് കരയുന്ന പോലെ ഇങ്ങനെ അഭിനയിക്കുമ്പോ പെട്ടെന്ന് കുഞ്ഞിന് ഭയങ്കര സങ്കടം വരില്ലേ. സോ ദാറ്റ് മീൻസ് ആ ഇമോഷണൽ ഡെവലപ്മെന്റ് അവരിൽ ഡെവലപ്പായി വരുവാണ്, ആ ഒരു സെൻസ് ഉണ്ടായി വരുവാണ്. അത് കഴിഞ്ഞ് ചിരിക്കുന്ന കാണുമ്പോഴേക്കും അവരും ഭയങ്കര ഹാപ്പി ആവും. അപ്പൊ മറ്റുള്ളവരുടെ വേദനയിൽ അവർക്കും വേദന ഉണ്ടെന്നുള്ളത് തന്നെയാണ് അത്. പിന്നെ സോഷ്യലൈസ് ചെയ്യുന്ന കാര്യം പലതും. ഇതിപ്പോ സ്കൂളിൽ പോവുകയാണെങ്കിൽ പിയർ ഗ്രൂപ്പ് ആയിരിക്കും, ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. മോണ്ടിസോറി എൻവയോൺമെന്റ് ആവുമ്പോഴേക്കും അവിടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല ഏജ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ ഓരോ ഏജ് ഗ്രൂപ്പുമായിട്ട് ഇവർക്കൊരു ഇമോഷണലി അവർ ഭയങ്കരമായിട്ട് ബോണ്ടിങ് ആവും. ചില കുട്ടികൾക്ക് ചില കുട്ടികളോടൊരു ഇഷ്ടം ചില കുട്ടികൾ കാണിക്കാറുണ്ടല്ലോ, അവരുമായിട്ടായിരിക്കും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള താല്പര്യം. അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും ഈ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ചെയ്യുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ സോഷ്യലൈസ് ചെയ്യുന്നു, അവരിൽ ഗുഡ് മാനേഴ്സ് വരുന്നു. ചില കുട്ടികള് മറ്റു കുട്ടികളെ കറക്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചെയ്യണം എന്നാലേ അത് ശരിയാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവൻ അത് മുതിർന്ന ഒരാൾ പറയുന്നതിനേക്കാൾ എപ്പോഴും അവന് ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പിലുള്ള ആരെങ്കിലും പറയുമ്പോഴേക്കും അത് ഫോളോ ചെയ്യും, അത് മറക്കില്ല. അപ്പൊ അങ്ങനെ ഗുഡ് മാനേഴ്സ്, അങ്ങനെ എങ്ങനെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം, ഷെയറിങ് എങ്ങനെ നടത്തണം, അതെല്ലാം ഇവരില് ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഉണ്ടാകുകയാണ്. മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, ഇതും പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നിന്ന് തന്നെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അവര് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടി അവരെ പെർമിറ്റ് ചെയ്യുന്നു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണ്. വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള ഏജിൽ വരുന്ന കുട്ടികൾ, നമ്മുടെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ആ റേഞ്ച് എത്രയാണ്, 3 years തുടങ്ങി 6 years വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ 2.5 വയസ്സ് തുടങ്ങി 2.5 years to 6 years. അപ്പൊ അങ്ങനെ റേഞ്ച് വരുന്ന ഏജ് ഗ്രൂപ്പാണ്, അതാണ് ഈ വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ ഗ്രൂപ്പിംഗ് അല്ല, ഒരേ ഏജിലുള്ളവരല്ല, പല ഏജിലുള്ളവര്. അപ്പൊ സീനിയർ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, എൽഡേഴ്സ് ഉണ്ടാവും. അപ്പൊ എൽഡേഴ്സ് പലപ്പോഴും യങ്സ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഈ കുഞ്ഞു കുട്ടികള് വലിയ ചേട്ടന്മാരെ അവരുടെ ഒരു റോൾ മോഡലൊക്കെ ആയിട്ട് കാണും. ചേട്ടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാനായിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹം അല്ലേ. അപ്പൊ അതുകൊണ്ട് അവരെ ഒരു റോൾ മോഡലാക്കും. ആ ഒരു വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ഉള്ളതാണ്. ഡിഫറെന്റ് റേഞ്ചിലുള്ള മോണ്ടിസോറി മെത്തേഡ് 2.5 തുടങ്ങി 6, 3 to 6 ആണ്. ബട്ട് സംടൈംസ് 2.5 തുടങ്ങിയുള്ള കുട്ടികൾ വരും. അപ്പൊ ഇതാണ് നമ്മളുടെ സോഷ്യലൈസ് ചെയ്യുന്നതും മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി ഇവരിൽ വരുന്നതും. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ആവുന്നതിന്റെയും ഒരു ഗുണം ഇവരിലുണ്ട്. അവര് എൽഡേഴ്സ് യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, യങ്സ്റ്റേഴ്സ് പലതും എൽഡേഴ്സിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെ അവരെ ഒരു റോൾ മോഡൽ പോലെ കാണും. നെക്സ്റ്റ് റോൾ ഓഫ് അഡൾട്ട്, ടീച്ചർ ആകാം, പാരന്റ്സ് ആകാം. ഓക്കെ, അതും ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ്, ഈ 2 കാര്യങ്ങൾ നോക്കുക. അല്ല റീഡ് ചെയ്യാം. ഞാൻ റെഡി ചെയ്യാം. Children should be treated in a loving, caring way. Whenever children make mistakes, they should not be chided or treated severely unless they are distributing or destructive. Adults should behave using the knowledge that the children have the ability to feel love and be attracted to people who behave lovingly. But it will be are not careful. Development of moral values to take place. That must be apparently differentiated in the environment. Adults should help by expression the understanding of what is good and setting clear limits against detrimental or unsociable behavior. Detrimental ആണോ മിസ്? ഡിട്രിമെന്റൽ, അതായത് നമ്മൾ പറയില്ലേ നമ്മളുടെ രീതികൾക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ എന്ന് നമ്മൾ പറയാറില്ലേ, ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തികൾ, ആ ഒരു ഇതാണ് മീനിങ്. ചിടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ആ രീതി. ഇപ്പൊ നമ്മളെ കുട്ടികളെ എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരോടൊരു സിവിയർ ആയിട്ട് ദേഷ്യപ്പെട്ട് അവർ ആ രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും അവർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾക്കൊക്കെ അവരെന്തോ ഭയങ്കര ഒരു മിസ്റ്റേക്ക് ചെയ്ത പോലെ അവരെ ഷൗട്ട് ചെയ്യുക, അതൊക്കെയാണ് ഈ ചിടഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്കോൾഡ് ചെയ്യുക, ഭയങ്കര ദേഷ്യത്തോടെ അവരോട് പെരുമാറുക. അവരെ പക്ഷെ ലവിങ് കെയറിങ് ആ ഒരു വേയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന ലൈക്ക്
നമ്മള് കാണിച്ചു കൊടുക്കുക ദിസ് ഇസ് ദ റൈറ്റ് വേ, അല്ലാണ്ട് നീ ചെയ്ത് തെറ്റായി പോയി ഇത് നീ ആവർത്തിക്കാൻ പാടില്ല അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഒരു ഗിൽട്ടി ഫീലിംഗ് ആണ്. പിന്നെ ആ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ അവരുടെ താഴും. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അവർക്ക് ഡിസ്റ്റർബിങ് ആവരുത്, അവരെ അങ്ങോട്ട് ആകെ മൊത്തം തകർന്നു പോകുന്ന പോലെ ഡിസ്ട്രക്റ്റീവ് ആയി പോകുന്നവരെ ചിലപ്പോ ചെറിയ മനസ്സല്ല അവരങ്ങ് ഭയങ്കര ഡൗൺ ആയി പോകും. പിന്നെ അവരൊന്നും തന്നെ ചെയ്യാനായിട്ട് നോക്കില്ല, അവരുടെ കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും. അഡൽട്സിന് ഒരു എല്ലാ കാര്യങ്ങളിലും നോളജ് ഉണ്ടായിരിക്കാം, പക്ഷെ കുട്ടികളെ അവരുടെ കേപ്പബിലിറ്റി അനുസരിച്ച് തന്നെ ട്രീറ്റ് ചെയ്യണം. അവർക്ക് എപ്പോഴും അവർ ലൗഡാണ് ഫീലിംഗ്, ദേ ഷുഡ് ഫീൽ ലൈക്ക് ദേ ആർ ലൗഡ് ബൈ ദ അഡൽട്സ്. അങ്ങനെ ഭയങ്കര ലവിങ് ആയിട്ട് പെരുമാറുമ്പോഴേക്കും കുട്ടികൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. നമ്മുടെ പല ട്രെയിനീസും ടീച്ചിങ് പ്രാക്ടീസിന് പോയി കഴിഞ്ഞിട്ട് ആ ഒരു ടൈം കഴിയുമല്ലോ, ഇത്ര ദിവസം എന്ന് പറഞ്ഞല്ലേ പോകുന്നേ, കുട്ടികൾക്കൊക്കെ ഭയങ്കര സങ്കടം, അവർ ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വിടുവൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇത്. ദാറ്റ് മീൻസ് അത്രയും കുട്ടികളോട് സ്നേഹത്തോടെ അവരെ കെയർ ചെയ്തതുകൊണ്ടാണ് കുട്ടികൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്നത് അങ്ങനെ ആളുകളോട് ലവിങ് ആയിട്ട് പെരുമാറുമ്പോ. അപ്പം അഡൽട്സ് വളരെ കെയർഫുൾ ആയിരിക്കണം, അവരെ അങ്ങനെ ഡിസ്ട്രോയ് ആക്കി പോവരുത്. ഈവൻ കുഞ്ഞുങ്ങളുടെ കാര്യവും, ഞാൻ ഒരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 24 years അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഈ പോളിടെക്നിക്കിലെ കുട്ടികൾക്കൊരു 17, 16 ആ ഒരു പ്രായം. ടീച്ചേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും പിള്ളേർക്ക് ഭയങ്കര സ്നേഹമാണല്ലോ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഭയങ്കര, അവർക്ക് ചെറിയ ഏജിലുള്ള ടീച്ചർമാരെ കാണുമ്പോൾ. അപ്പൊ അങ്ങനെ ആ സമയത്ത് മൊബൈലൊക്കെ കിട്ടിയ ഒരു ടൈമായിരുന്നു. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് മൊബൈൽ ഉണ്ടായിരുന്നു, പല കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പയ്യൻ നമ്പർ വാങ്ങി, അങ്ങനെ ഇവൻ ലൈക്ക് അപ്പൊ ഞാൻ വന്ന് ഒരു 1 month ആയിട്ടുള്ളൂ. ഒരു ദിവസം ഈവനിങ് ഒരു 8 മണി ആയിട്ടുണ്ടാവുമായിരിക്കും വൈകിട്ട്. എന്താ പറയാ, ഇവന്റെ ഫോണിൽ നിന്ന് കോള് വരുവാണ്, പക്ഷെ സംസാരിക്കുന്ന വേറൊരു പയ്യനാ. നമ്മുടെ പോളിടെക്നിക്കിൽ പഠിക്കുന്ന കൊച്ചല്ല, പുറത്തൊരു ഔട്ട്സൈഡർ എന്തോ ആണ്. എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും എന്റെ കൂടെ ബാക്കി സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്നെ ഭയങ്കരമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞു, നീ ഇത്ര ഫ്രീഡം കൊടുത്തതുകൊണ്ട് അവനെ തിരിച്ചു വിളിച്ചിട്ട് ചീത്ത പറയാൻ പറഞ്ഞു. ഇവരെല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചിട്ട് വേറൊരുത്തന ഫോൺ യൂസ് ചെയ്തിട്ട് എന്തോ എന്നോട് പറയുകയാണ് ഉണ്ടായത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്താ പറഞ്ഞെന്ന് എനിക്കൊരു വലിയ ഓർമ്മയുണ്ട്. നല്ല പോലെ ഞാൻ ഷൗട്ട് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോളിടെക്നിക്കിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഇവന് ഈ പയ്യൻ ആകെ അങ്ങ് മാറി, ഒരു മരിച്ച പോലെ ഇങ്ങനെ ഭയങ്കര ടയേർഡായിട്ട്, ഫേസൊക്കെ ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടിരിക്കണം. അപ്പം അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചർ, എന്റെ തന്നെ ഏജുള്ളതാ, അത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവന്റെ അച്ഛൻ മരിച്ചിട്ടൊരു 2 weeks എന്തോ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ച വിവരം. അപ്പൊ അവൻ അച്ഛനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അച്ഛൻ ഇങ്ങനെ മരിച്ചിട്ട് ആ ഒരു വിഷമവും ഒക്കെ ആയിട്ട് ഇവൻ കോളേജിൽ വരുമ്പോ പിന്നെ ഭയങ്കര ഫ്രണ്ട്സ് ഒന്നും ഇല്ല കോളേജില്. ഇവന് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് എന്നോട് ഫീൽ ചെയ്തു. അതിന്റെ ഒരു സ്വാതന്ത്ര്യം നല്ലപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവന്റെ ഫോൺ മറ്റേ പയ്യനെടുത്ത് ഇങ്ങനെ സംസാരിച്ച വിവരം ഇവന് അറിഞ്ഞില്ല, പക്ഷെ കിട്ടിയത് മുഴുവൻ ഇവനായി പോയി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ സോറി ഒക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ സ്റ്റിൽ ലൈക്ക് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമാണ്, ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര സ്നേഹം. ഞാൻ ക്ലാസ് എടുക്കുന്ന ഈ ക്യാമറ അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. ക്ലാസ് എടുക്കുന്ന കാരണം എനിക്ക് വേണ്ടിയിട്ട് ക്ലാസ് നല്ല ക്ലിയർ ആവണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ക്യാമറ യൂസ് ചെയ്തിട്ട് ഞാൻ ക്ലാസ് എടുക്കും. ലൈക്ക് അതിപ്പോ കുഞ്ഞു കുട്ടികളാണെങ്കിലും ശരി, നമ്മളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളോട് നമ്മളിങ്ങനെ വഴക്ക് പറയുമ്പോൾ അവരമ്മ ഭയങ്കരമായിട്ട് തകർന്നു പോകും. സോ വി ഷുഡ് കെയർഫുൾ. എനിക്ക് പറ്റിയൊരു വല്ലാത്തൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു അത്. സോ അത് കുട്ടികളുടെ കാര്യം തന്നെയല്ല, വലിയ ആൾക്കാരുടെ കാര്യത്തിലും ഇത് ശരി തന്നെയാ. അപ്പൊ അവര് തകർന്നു പോകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും നമ്മളുടെ വരരുത്. അപ്പൊ അഡൾട്ടിന്റെ ഒരു റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. മീൻസ് നല്ല പോലെ നമ്മൾ സ്നേഹിച്ച് അവരെ കെയർ ചെയ്യുമ്പോൾ അവരങ്ങനെ തന്നെയാ. എന്തുണ്ടെങ്കിലും നമ്മളോട് വന്ന് പറയും, നമ്മളോട് ആലോചിക്കാതെ അവരെ ഒന്നും തീരുമാനങ്ങളും എടുക്കില്ല. അങ്ങനെയല്ല. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ്. പറഞ്ഞല്ലോ, നമുക്ക് പല മോറൽ വാല്യൂസും കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. അവർക്ക് ആ ഒരു മോറൽ സെൻസ് ഉണ്ടാകുന്നു. അതായത് നല്ലതുപോലെ ഗുഡ് ഈവിൾ അതിനെ പറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ, എന്താണ് നല്ലത് എന്താണ് മോശം എന്നുള്ളത് നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കില്ലേ? സെയിം തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഗുഡ് ഈവിൾ. പരീക്ഷ എഴുതുമ്പോൾ
കൊറോണ സമയത്ത് എത്രയോ പാരന്റ്സ് പ്രൊമോട്ട് ചെയ്തു കുട്ടികളെ കോപ്പി അടിക്കാനായിട്ട്. ശരിക്കും അത് അവരെ റൂയിൻ ചെയ്തു. അതേസമയം കൊറോണ ടൈമിലും എനിക്ക് അറിയുന്നതേ ഞാൻ എഴുതുള്ളൂ, ആ രീതിയിൽ എഴുതിയ കുട്ടികളിൽ ആ ഒരു ഗുഡ് വാല്യൂ നല്ലതുപോലെ തന്നെ ഇരുന്നു. സോ മറ്റേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പിന്നീട് സ്കൂളിൽ ചെന്നപ്പോ ശരിക്കും അത് അവരുടെ മോറൽ സൈഡിനെ നല്ലപോലെ ബാധിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അഡൾട്ട്സ് ഈ മോറൽ വാല്യൂസ് ഇവരിൽ വരാനും ഡെവലപ്പ് ചെയ്യാനും അഡൾട്ട്സ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. പല കാര്യങ്ങൾ എന്താണ് ശരി എന്നുള്ളത് അത് മനസ്സിലാക്കിക്കാനായിട്ട് അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. പിന്നെ അൺസോഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾ പുറത്ത് പോകും, ഇപ്പൊ കുട്ടികൾ തമ്മിൽ ഇടി കൂടും, അപ്പൊ അങ്ങനെ ഒരാളെ ചെയ്യാനായിട്ട് പാടില്ല. ലൈക്ക് അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റുള്ളവർ അടുത്തിരുന്ന് കഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ മോശം, അതായത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയർ എല്ലാം ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ. ഇത് വലിയ വലിയ കാര്യങ്ങൾ ആ കുഞ്ഞു മനസ്സിന് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ അവരുടെ ഏജിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അത് മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഈ ഏജിനെ മെയിൻ ആയിട്ട് 2 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതായത് ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ബേർത്ത് തുടങ്ങി 24 വയസ്സ് വരെ ആണ് മറിയ മോണ്ടിസോറി, ജസ്റ്റ് ഹാഫ് 12 വയസ്സ് വരെയും ചൈൽഡ്ഹുഡ് ആയിട്ടാണ് കണക്കാക്കിയത്. പിന്നെ ടീനേജ് തുടങ്ങി 24 വരെയും അഡൾട്ട്ഹുഡ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഒരു കുഞ്ഞ് ജനിച്ച് അവനൊരു 24 വയസ്സാകുമ്പോഴാണ് അവന്റെ ബ്രെയിൻ പൂർണ്ണമായും വളർച്ചയെത്തുന്നതെന്ന് പറഞ്ഞു. കാരണം ആ 24 ഇയേഴ്സിലാണ് അവന്റെ ഇമോഷണൽ ബാലൻസിങ്ങും ഇമോഷണൽ കൺട്രോളും ഒക്കെ കറക്റ്റ് ആവുള്ളൂ. 24 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കറക്റ്റ് ഏജിൽ പഠിച്ചു പോവുകയാണെങ്കിൽ 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിയുന്ന ഒരു ഏജാണ് 24 ഇയേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ബ്രെയിൻ പൂർണ്ണമായും വളർച്ച പ്രാപിച്ചിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അതൊരു കറക്റ്റ് ആയിരിക്കും, മെച്യൂർ ആയിരിക്കും. ശരിക്കും ഒരു ലവ് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാൻ പറ്റുന്ന പ്രായം അതാണെന്നാണ് പറയുന്നത്. ബട്ട് കുട്ടികളിൽ ആ ഒരു ടീനേജ് വരുമ്പോഴേക്കും അവർക്ക് ഈ ഒരു ഇമോഷണൽ തോട്ട്സും അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സെക്സിനോടൊരു അട്രാക്ഷനും ഒക്കെ വരാറുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മുടെ ഒരു സപ്പോർട്ട് ആവശ്യമുള്ളത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവര് നമ്മളോട് വന്ന് ചോദിക്കാനുള്ള അടുപ്പം നമ്മളോട് ഉണ്ടായിരിക്കണം. സോ അത് ശരിയായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുക. അല്ലാണ്ട് നിനക്ക് ആ തോട്ട് വന്നത് ഒരു പാപമാണെന്നല്ല നമ്മൾ പറഞ്ഞു കൊടുക്കട്ടെ. ആ തോട്ട് വരുന്നത് ഇറ്റ്സ് നോർമൽ, അത് വരും. അവരുടെ ഹോർമോൺസിലെ മാറ്റങ്ങൾ, അവരുടെ ബോഡിയിലെ ചില മാറ്റങ്ങൾ, ഓപ്പോസിറ്റ് സെക്സിനോട്ടുള്ള ഒരു അട്രാക്ഷൻ, അതൊക്കെ അവരിൽ വരേണ്ടതാണ്, നോർമലി വരേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അത് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, അല്ലെങ്കിൽ അതിനവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റോള്. അതേസമയം അവരങ്ങ് വന്ന് പറയുമ്പോഴേക്കും അവരെ വഴക്ക് പറഞ്ഞ് ഇത് ഭയങ്കര മോശം പ്രവൃത്തിയാണെന്ന് അറിയില്ല, അത് മാനേജ് ചെയ്യാനായിട്ട് അവരെ മനസ്സിലാക്കിക്കുക. ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഫീൽ ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി മനീനും ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഒരു ഇഷ്ടം ഒരാളോട് തോന്നുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഒരു മോനോട് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നിയത്. ഞാനൊരു സ്കൂളിൽ ബുധനാഴ്ച പോകുന്നുണ്ട്, +1 +2 കുട്ടികളാണ്. +1 ഒരു മോനായിരുന്നു. അവനൊരു 7th സ്റ്റാൻഡേർഡ് ആയപ്പോ ഒരു കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഒരു ഇഷ്ടം തോന്നി. അപ്പം ആ ഇഷ്ടം അവൻ മനസ്സിൽ വെച്ചതേ ഉള്ളൂ. കുട്ടിയോട് പോലും അവൻ റിവീൽ ചെയ്തില്ല. പക്ഷെ ആ കുട്ടിയെ കാണാനുള്ള എല്ലാ ചാൻസസും അവൻ യൂസ് ചെയ്തു. അത് വരുന്ന വഴിയിൽ നോക്കി നിൽക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഒന്നും ആ കുട്ടിയോട് ചെന്ന് സംസാരിക്കുകയൊന്നുമില്ല. ബട്ട് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആയപ്പോ 7th സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. ഈ കുട്ടിയുടെ വീട് ഇവന്റെ വീടിനടുത്തുമാണ്. അതാണ് എന്തുകൊണ്ടും അവൻ എപ്പോഴും കാണാനായിട്ട് പറ്റും. ഈ കുഞ്ഞിന്റെ ഫാദർ മരിച്ചുപോയി, പെൺകുട്ടിയുടെ അച്ഛനില്ലല്ലോ. അതിനുശേഷം അവൻ ഭയങ്കര കെയർ എടുത്തു. കാരണം ഈവൻതോ ആ കുട്ടി വരുന്ന വഴിയിൽ ഞാൻ നിന്നിട്ട് ആൾക്കാർ ആരെങ്കിലും കണ്ടാൽ അത് അവൾക്ക് മോശമായാലോ എന്ന് വിചാരിച്ച് വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മനസ്സിൽ മാത്രം ആ ഇഷ്ടം കൊണ്ട് നടക്കും. എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി കേട്ടോ. 17 വയസ്സില്ലേ അതിന്, ആ കൊച്ചിന്. അപ്പം ഭയങ്കര റെസ്പെക്ട് ആ മോനോട് തോന്നി. ഇപ്പൊക്കെ എന്തൊക്കെ അപകടങ്ങളും എന്തൊക്കെ മോശമായ രീതിയിലുള്ള റിലേഷൻഷിപ്പ് പോലെ നമ്മൾ കാണുന്നത്. പക്ഷെ അവൻ എന്ത് മെച്യൂർ ആയിട്ട് 7th പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവന്റെ ഒരു മെച്യൂരിറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. നല്ല അപ്പൊ അവൻ പറയണത്, ഞാൻ കാരണം അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകരുതല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ കുറച്ച് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
നിങ്ങളൊന്ന് വായിക്കാൻ. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ മറിയ മോണ്ടിസോറി മെയിനായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആ 2 ഡിവിഷനെ വീണ്ടും അവര് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 സ്റ്റേജസിനെ പിന്നെ 4 ഫോർമേറ്റീവ് പീരിയഡ്സ് ആയിട്ട് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. അതിനെ വീണ്ടും 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ചൈൽഡ്ഹുഡിന് 2, 0 to 6, പിന്നെ 6 to 12 സെക്കൻഡ് പീരീഡ്, പിന്നെ 12 to 18 തേർഡ് പീരീഡ്, 18 to 24 ഫോർത്ത് പീരീഡ്. നമുക്ക് നോക്കാം മോണ്ടിസോറിയുടെ ഡിവിഷൻ. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു സമയങ്ങളില് 0 to 3 years എന്ന് പറയുമ്പോൾ കെയർ ഗിവേഴ്സ് ആണ് വരുന്നത്. അത് മദർ ആകാം, അതർ ഫാമിലി മെമ്പേഴ്സ് ആകാം, ഇവരെല്ലാരും കൂടെ വരുന്നൊരു സിസ്റ്റം ഫാമിലി ആകാം. ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിന്റെ റോള് വരുവാണ്. ഓക്കെ, സോ എവിടം വരെ വായിക്കാം? ഓക്കെ, ഫസ്റ്റ് പീരീഡ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചൊരു ഇൻട്രോ ഉണ്ട്. അതാരെങ്കിലും ഒരാൾ വായിക്കും. പീരീഡിനെ ഡിവൈഡ് ചെയ്തത് മനസ്സിലായല്ലോ. ചൈൽഡ്ഹുഡ് അഡൾട്ട്ഹുഡ് എന്നുള്ള 2 സ്റ്റേജസ് ഉണ്ട്. ഈ ഓരോ സ്റ്റേജും ഇനിയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് 0 year, അതായത് ബർത്ത് തുടങ്ങി 6 years വരെ, പിന്നെ 6 years തുടങ്ങി 12 years വരെ, ടീനേജ് തുടങ്ങുന്നതിന് മുമ്പ് വരെ. നെക്സ്റ്റ് അഡൾട്ട്ഹുഡ്, ടീനേജ് 12 to 18 എന്നുള്ള ആ ഒരു ഏജ്, ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒരു സമാധാനം. 18 to 24 പലപ്പോഴും 9th സ്റ്റാൻഡേർഡിൽ എത്തുന്ന കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാന്ന് ടീച്ചേഴ്സ് പറയും. ആ 9th അങ്ങ് കഴിഞ്ഞ് 10ൽ എത്തുമ്പോൾ 9th പിള്ളേർ തന്നെയാണോ ഇതെന്ന് തോന്നുന്ന രീതിയിൽ അവർ ഭയങ്കര ക്വയറ്റായി മാറും. ഓക്കെ, അപ്പൊ അഡൾട്ട്ഹുഡിനെ 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 12 to 18, 18 to 24. ഓക്കെ, ഇവിടെ തുടങ്ങി വായിക്കും. കെയർ ഗിവേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. Caregivers and teachers need to understand the period of development in order to aid the child or the young adult and allow each child or young adult to maximize his own potential. Montessori explained this period with the same particular points. There is a particular goal in development. For example, in the first period, the particular goal of the child is to follow his inner urges and create himself, his personality. There is a readily identified direction being allowed to reach the goal. There is specific awareness given to human in each period. The child has special artistry to help him develop himself. They help with the child development. She identifies them as the sensitive periods and the absorbent mind. Each of these 4 plan of development build up upon the last, and as such the factuality development in any one plan affected the successful completion of all the others. യെസ്, മറിയ മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പല സൈക്കോ അനാലിസ്റ്റുകളുടെയും ഒബ്സർവേഷൻസ് ഇവരെ ഹെൽപ്പ് ആയിട്ടുണ്ട്. അതുപോലെ അവരെ ഡയറക്ട്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജീൻ പിയാഗറ്റും എറിക്സണും
സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ തന്നെ വിഡോസ്കി, അങ്ങനെ പലരുടെയും അത് അങ്ങനെയാണ് അവരുടെ ഓരോ ഒബ്സർവേഷൻസ് പോലെ തന്നെയാണ് മറിയ മോണ്ടിസോറി ഏജിനെ നമുക്കറിയാം. പിയാഗറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഏജ് വൈസ് തന്നെയായിരുന്നു. എറിക്സണും ഏജ് വൈസ് തന്നെയായിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡും ഏജ് വൈസ്. എല്ലാവരും ഏജിനനുസരിച്ചാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞത്. മറിയ മോണ്ടിസോറി അതുപോലെ തന്നെ പറഞ്ഞു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ചൈൽഡ്ഹുഡ് തന്നെ ഫസ്റ്റ് 0 to 12 years അതിനെ വീണ്ടും രണ്ട് പ്ലെയിൻസ് ആക്കി. ഓക്കെ, ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡ് എന്നുള്ള രീതിയിൽ 0 to 6 ഫസ്റ്റ് പീരീഡിലും 6 to 12 സെക്കൻഡ് പീരീഡിലും വന്നു. ദെൻ അഡൾട്ട്ഹുഡിനെ വീണ്ടും രണ്ട് പ്ലെയിൻസ് ആക്കി, തേർഡ് പീരീഡും ഫോർത്ത് പീരീഡും. ദാറ്റ് ഈസ് 12 to 18 18 to 24. ഓക്കെ, നമ്മളൊരു ഇരുത്തം വരുന്ന പ്രായം എന്നൊക്കെ ഉള്ള ഒരു സമയത്തിലേക്ക് എത്തുവാണ് അഡൾട്ട്ഹുഡിന്റെ ലാസ്റ്റ് സ്റ്റേജസ്. ബട്ട് ചില കുട്ടികൾക്ക് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഭയങ്കര മെച്യൂരിറ്റി ആണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പ്രായം ഇത്രേ ആയുള്ളൂ പക്ഷെ ഭയങ്കര മെച്യൂരിറ്റിയാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ആ ഒരു എൻവയോൺമെന്റ്, അവരുടെ സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ആക്കിയെന്ന് തന്നെ പറയാം. നെക്സ്റ്റ് കെയർ ഗീവേഴ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഈ ഒരു ടൈമില് 0 to 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എന്നുള്ള ആ ഒരു സിസ്റ്റം, അവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ആ എൻവയോൺമെന്റ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണോ ആ കുഞ്ഞിനെ അത്രത്തോളം അതിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് നമ്മളുടെ റോള് വരുവാണ്, ഒരു ഫെസിലിറ്റേറ്റർ ടീച്ചർ എന്നുള്ള ആളുടെ റോള് വരുവാണ്. അപ്പോൾ 0 to 3 years കുട്ടി അങ്ങനെ പലപ്പോഴും നമുക്ക് ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാര് ചോദിക്കില്ലേ, ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, എങ്ങനെ ഭക്ഷണം കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ വാശി പിടിച്ച് കരയുമായിരുന്നു, അങ്ങനെയൊക്കെ ടീച്ചർമാര് ചോദിക്കില്ല. ആ ഒരു 3 years വരെയുള്ള പല കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കുവാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. കുട്ടികളെ പല ആക്ടിവിറ്റീസും ത്രൂ സം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പല രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്യണം, അവരെ ഗൈഡ് ചെയ്യണം. അത് കെയർ ഗീവേഴ്സിന്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും ജോലിയാണ്. അത് അഡോളസന്റിൽ എത്തുമ്പോഴും ടീച്ചർമാരുടെ റോള് അവിടെ ഉണ്ട്. ഓരോ ഡെവലപ്മെന്റും നടക്കുകയാണ്. അതായത് ഫസ്റ്റ് പീരീഡ് എന്ന് നമ്മൾ പറയുന്നത് 0 to 6 years അല്ലേ. അപ്പൊ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇന്നർ അർജസ്, നമ്മൾ ത്വരാന്നൊക്കെ പറയില്ലേ, അവനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പലപ്പോഴും ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് നോക്കും. വേറൊരാളുടെ സഹായം അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഗോൾ അത് തന്നെയാണ്, ടു ക്രിയേറ്റ് ഹിംസെൽഫ്, ടു ഡെവലപ്പ് ഹിംസെൽഫ്, ടു ഫൈൻഡ് ഔട്ട് ഹിംസെൽഫ്. അവന്റെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോരോ സ്റ്റേജസിലും ഓരോ ഗോളിലേക്ക് എത്തുന്ന പോലെ തന്നെയാണ് ഓരോ സ്റ്റേജും. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആകുന്നു, കൂടുതൽ ക്രിയേറ്റീവ് ആകുന്നു, പിന്നെ മെച്യൂരിറ്റി കാണിക്കുന്നു, അങ്ങനെ പല ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും ഓരോ ഗോളാണ്. ഓരോ പീരീഡിലും അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒരു പലപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും അവർ ചെയ്യും. അവരെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് പല ഇതും പോകുന്നത്. മോണ്ടിസോറി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് പീരീഡ് ആണ്. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ദ എൻവയോൺമെന്റ് അതിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഇവര്. അതുപോലെ തന്നെ അബ്സോർബന്റ് മൈൻഡും ആണ്. അതെല്ലാം ഇവര് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഈ ഓരോ 4 പ്ലെയിൻസും നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത 4 പ്ലെയിൻസ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത 4 പ്ലെയിൻസും ബിൽഡ് ചെയ്ത് ഒരു എന്താ പറയാ, ഓരോ പ്ലെയിനിലും ഓരോ ഫാക്കൾട്ടി ഡെവലപ്മെന്റ് ആണ്, ഓരോ രീതിയിലാണ് ആ കുട്ടികൾ ഡെവലപ്പായി വരുന്നത്. എന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് എന്ന് പറയുന്നത്, എല്ലാം ആ ഓരോ പീരീഡിലും ഇവരുടെ ഡെവലപ്മെന്റ് ശരിയായ ഓർഡറിൽ പോകുമ്പോൾ അതൊരു സക്സസ്ഫുൾ കംപ്ലീഷൻ, ഒരു അഡൾട്ട് ഫോം ചെയ്യുന്നു. സൊസൈറ്റിയിലേക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡൾട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 4 പീരീഡും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ. സമയം എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് ഹിസ് എൻറ്റയർ പേഴ്സണാലിറ്റി. ഈ ഓരോ പീരീഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഫസ്റ്റ് പീരീഡ് 0 to 6 years. അത് മുഴുവനും ആരെങ്കിലും വായിക്കാമോ? ഫസ്റ്റ് പീരീഡ് ഞാൻ വായിക്കാം മിസ്. The first period 0 to 6 years is marked by fast and intense changes in the overall development of the child, physically, cognitively, socially, and emotionally. During this period, the child's main purpose is to create himself. During this period, children make use of special sensitivities to help themselves in their development of personality. Their development takes place as the predetermined psychic patterns unfold with the help of the
absorbent mind, and the sensitive period of free interaction with their ambience. Using these periods of development, Montessori was able to examine the natural laws, psychic pattern at work in children. She watched the law of work, law of independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotional and spiritual life, and stages of growth. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പീരീഡ് ആണ് പറഞ്ഞത്. ഏജ് 0 to 6 years. അത് ചൈൽഡ്ഹുഡിലെ ഫസ്റ്റ് പ്ലെയിൻ ആണ്. ആ ഫസ്റ്റ് പീരീഡില് ശരിക്കും അവര് ഭയങ്കര എനർജറ്റിക്കാ. അവർക്ക് വേറെ ഒന്നിനെ പറ്റിയും അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ഇമോഷണൽ ഒന്നും അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകുന്ന രീതിയിലുള്ള തോട്ട്സ് ഒന്നും അവരിൽ വരുന്നില്ല. വളരെ ഫാസ്റ്റ് ആയിരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം അവർ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ. അത് കുട്ടിയുടെ നല്ലൊരു ഡെവലപ്മെന്റ് ഇതാണ്. ഫിസിക്കലി നല്ല രീതിയിൽ ഡെവലപ്മെന്റ് വരുന്നു, കോഗ്നിറ്റിവിറ്റി ബുദ്ധിപരമായിട്ടും അതിന്റെ ഇന്റലക്ച്വൽ ആയിട്ടും സോഷ്യലൈസ് ചെയ്യുന്നതിലും സോഷ്യലി ഇമോഷണലി അവന് ഈ എല്ലാ സ്റ്റേജസിലൂടെയും കടന്നു പോകുന്ന ഒരു ഡെവലപ്മെന്റ്, ആ ഓവറോൾ ഡെവലപ്മെന്റ് കുട്ടിയിൽ വരുന്നതാണ്. അപ്പൊ കുട്ടിയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് ഹിംസെൽഫ്, അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. സെൻസിറ്റീവ് പീരീഡുമാണ്. അവർ എല്ലാമായിട്ട് ഓൾ ദ സെൻസസ് യൂസ് ചെയ്യും. എൻവയോൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അത് അവരെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. അവർ കേൾക്കുന്നത്, കാണുന്നത് എല്ലാം, ഫീൽ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും വരും. അതൊരു പ്രീ ഡിറ്റർമിൻ ഓൾറെഡി ഈ ഒരു രീതിയിലാണ് അവരുടെ സൈക്കിക് പാറ്റേൺസ്, മൈൻഡിന്റെ ഡെവലപ്മെന്റ് ഇങ്ങനെ നടക്കുകയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈൻഡിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന അബ്സോർബൻ മൈൻഡാണ്. അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മൈൻഡിൽ രജിസ്റ്റർ ആകുകയാണ്. അങ്ങനെ ഒരു അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും, ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇവരുടെ സൈക്കിക് ഡെവലപ്മെന്റ്, ബുദ്ധി എല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ളതിന്റെ രണ്ട് മെയിൻ ഫാക്ടേഴ്സ്, എയ്ഡ്സ്, ടൂൾ എന്ന് തന്നെ പറയാം. അതിന്റെ ഉപകരണങ്ങളാണ് ഈ അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും. നമ്മൾ ഓൾറെഡി ആ ലോ ഓഫ് വർക്കിന്റെ ആ ഒരു ഫ്ലോ ഡയഗ്രാമിൽ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ററാക്ഷൻ വിത്ത് ദെയർ ആംബിയൻസ്. ആംബിയൻസ് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ചുറ്റുപാടും തന്നെയാണ്. അതായത് എൻവയോൺമെന്റ് എന്ന് പറയുന്നതിന് പകരം ആംബിയൻസ് ഉള്ള വേർഡ് യൂസ് ചെയ്തതിന് കാരണം നല്ല നമ്മള് ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്, ആ ഒരു മീനിങ് ആണ് ആംബിയൻസിന്. അതായത് വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ്, ചുറ്റുപാട്, സറൗണ്ടിങ്സ്, ദാറ്റ് ഈസ് ആംബിയൻസ്. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പറയില്ലേ നല്ല ആംബിയൻസ് ആണ്. ചില റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ, അല്ലെ? ഷോപ്പിങ്ങിന് ചിലടത്ത് പോകുമ്പോൾ അവിടെ ഷോപ്പിങ്ങിന് പറ്റിയ നല്ലൊരു ആംബിയൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. അപ്പൊ ഈ ഒരു പീരീഡ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ മോണ്ടിസോറി പറയുന്നത് ഈ സൈക്കിക് പാറ്റേൺ, അതായത് നാച്ചുറൽ ആയിട്ട് കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത്, അത് കുട്ടികളിൽ നടക്കുവാണ് ഈ ഒരു പീരീഡില്. ആ ഒരു ടൈമാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ആ ഒരു 0 to 6 yearsലാണ് ആ എൻവയോൺമെന്റിൽ കുട്ടിയുള്ളത്. അവിടെ അവരുടെ ഇൻഡിപെൻഡൻസ്, പവർ ഓഫ് അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ, അവരുടെ വിൽ പവർ, അവരുടെ സെൻസ്, അവരുടെ ഒരു നമ്മൾ സത്വം എന്ന് പറയില്ലേ, നമ്മളുടെ ഒരു തന്മയി ഭാവം, നമ്മളുടെ ഒരു സെൽഫ്, അതെല്ലാം ഡെവലപ്പ് ആവുന്ന ഒരു ടൈം. അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ആകുന്നു. പിന്നെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഡെവലപ്പ് ആവുകയാണ്. ഇമോഷണലും സ്പിരിച്വൽ ലൈഫും. സോ അവര് മോറൽ വാല്യൂസ് അവരിൽ ഫോം ചെയ്യുന്നു. മറ്റുള്ളവരോട് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത് മനസ്സിലാക്കുന്നു. അവരോട് എങ്ങനെ പെരുമാറണം, ആ ഒരു സ്നേഹത്തോടുള്ള പെരുമാറ്റം, അങ്ങനെയെല്ലാം ഈ ഒരു സ്റ്റേജിലാണ്. അപ്പൊ 0 to 6 years നല്ല രീതിയിൽ തന്നെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് സൈക്കിക് പാറ്റേൺ ആണ്. ഓൾറെഡി അതിങ്ങനെ നടക്കണം എന്നുള്ളത് പല സൈക്കോ അനാലിസ്റ്റുകളും പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഏജിൽ ഇന്ന കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് തന്നെ താഴേക്ക് പോകും. അതുകൊണ്ടാണ് 0 to 6 years അല്ലെങ്കിൽ 3 to 6 yearsലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോണ്ടിസോറി ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പീരീഡും ബാക്കിയുള്ളതും അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ തീരുവാണ്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിക്കൂ. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് ക്ലാസ്സിൽ ഒരു ദിവസം 10 minutes 15 minutes അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒറിഗാമിയോ പേപ്പർ ക്രാഫ്റ്റോ ഇങ്ങനെ ആ സാധനം ഉണ്ടല്ലോ, അത് എന്റെ പേരെന്താ പറഞ്ഞ ടിക്ടോക്കോ, അത് നമുക്ക് ചെയ്യാം ക്ലാസ്സിൽ. ഓക്കെ,
Okay, thank you. Thank you, Miss. Bye. ഇതൊക്കെയോ പറയണ്ടല്ലോ. ടീച്ചർ എന്തോ ടീച്ചർ എനിക്ക് ഇന്ന് പഠിപ്പിച്ച വിഷയത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ടീച്ചറോടൊന്ന് പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പറയൂ. ഇപ്പൊ ഇതൊരു കോമൺ പ്ലാറ്റ്ഫോം അല്ലേ, എങ്ങനെ ഞാൻ ഓക്കെ മാം. Okay, so let me request all of you to please leave and റിജോട് ഒന്ന് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. മതിയോ? ഓക്കെ. പ്ലീസ് നമുക്ക് ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം. I'm requesting all of you to please leave. Okay, thank you so much. Thank you for the support. Thank you, ma'am. Thank you, ma'am. ഞാൻ ലക്ഷ്മി റിജോട് ഒന്ന് പറയട്ടെ കേട്ടോ, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ. ഓക്കെ മാം.